നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ ബന്ധങ്ങൾക്കും 5 പടികളുണ്ട്. കാണുക, ഇഷ്ടപ്പെടുക, ആഗ്രഹിക്കുക, നേടുക. ഇതൊക്കെ പലപ്പോഴും വളരെ ലളിതമായ ഘട്ടങ്ങളാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് 5ാമത്തെ പടിയാണ്, നിലനിർത്തുക എന്നത്. ബന്ധങ്ങൾ എന്ന് പറയുന്നത് പക്ഷികളെ പോലെയാണ്. മുറുക്ക പിടിച്ചാൽ അത് ചത്തുപോകും, അയച്ചു പിടിച്ചാൽ അത് പറന്നു പോകും. സ്നേഹത്തോടെ പരിചരിച്ച് പിടിച്ചാൽ അതെപ്പോഴും കൂടെ ഉണ്ടാകും. ബന്ധങ്ങളൊക്കെ നേരം പോക്കായി കരുതുന്ന മനുഷ്യർക്കിടയിൽ അത് കാത്തു സൂക്ഷിക്കുകയും സ്നേഹത്തോടെ കൂട്ടിയിണക്കുകയും ചെയ്യുന്ന ചില മനുഷ്യരുണ്ട്. അത് മാത്രമാണ് സ്നേഹത്തിൽ വിശ്വസിച്ച് ജീവിക്കുവാൻ നമ്മളെയൊക്കെ പ്രേരിപ്പിക്കുന്നത്. ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമ ആസ്വാദകരുടെ പ്രിയ താരമായി മാറിയ നായിക, അഭിനയ മികവ് കൊണ്ടും അഴകുകൊണ്ടും അഭ്രപാളികളിൽ വിസ്മയം തീർത്ത താരസുന്ദരി, സിനിമയാൽ തന്നെ പൊള്ളുന്ന ജീവിതാനുഭവങ്ങളുടെ തീജ്വാലയിൽ കരയുകയും ചിരിക്കുകയും ചെയ്യുന്ന രംഭയുടെ ജീവിതാനുഭവങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. നടി രംഭയെ മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം പ്രശസ്തനായ ഒരു മലയാളി സംവിധായകൻ കണ്ടെടുത്ത നടിയാണ് രംഭ. മലയാളം, ഹിന്ദി, തെലുങ്ക്, കന്നഡ, ഭോജ്പൂരി, ബംഗാളി എന്നീ ഭാഷകളിലെല്ലാം അഭിനയിച്ച് അതിപ്രശസ്തയാണ് ഈ നടി. രജനീകാന്ത്, കമലഹാസൻ, ചിരഞ്ജീവി, സൽമാൻ ഖാൻ, അനിൽ കപൂർ, അക്ഷയ് കുമാർ, അജയ് ദേവ്ഗൺ, സുനിൽ ഷെട്ടി തുടങ്ങിയ സൂപ്പർ നായകന്മാരുടെ എല്ലാം കൂടെ അഭിനയിച്ച് ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചു. ഇന്നവർക്ക് 2000 കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. സിനിമ എന്തെന്നറിയാത്ത പ്രായത്തിൽ 15ാമത്തെ വയസ്സിൽ സിനിമ എന്ന മാസ്മരിക ലോകത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന് സിനിമയുടെ ബാലപാഠം പഠിപ്പിച്ചത് സംവിധായകൻ ഹരിഹരനായിരുന്നു. വിജയവാഡയിലെ ഒരു സ്കൂൾ വാർഷിക പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അവിടുത്തെ ഒരു സ്കൂൾ വിദ്യാർത്ഥിനി അവതരിപ്പിച്ച ഒരു ഇതിഹാസ കഥാപാത്രത്തെ കണ്ട സംവിധായകൻ ഹരിഹരൻ തന്റെ വരാൻ പോകുന്ന ചിത്രത്തിലെ ഒരു കഥാപാത്രമായ തങ്കമണിയെ അവളിൽ കാണുന്നു. അവളാണ് സർഗം എന്ന ചിത്രത്തിൽ വിനീതിന്റെ നായികയായി എത്തിയ ശാലീന സൗന്ദര്യമുള്ള ആ കൗമാരക്കാരി. അന്നവളെ മലയാളത്തിൽ പരിചയപ്പെടുത്തിയത് അമൃത എന്ന പേരിലാണ്. അവളുടെ അച്ഛനമ്മമാർ അവൾക്ക് നൽകിയ പേര് വിജയലക്ഷ്മി എന്നും. പ്രമേയം കൊണ്ടും അവതരണ ശൈലി കൊണ്ടും എക്കാലവും മലയാള സിനിമയിൽ തിളക്കത്തോടെ തലയെടുപ്പോടെ കാലാതീതമായി നിൽക്കുന്ന ചിത്രമാണ് സർഗം. നാഷണൽ അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ സർഗം വാരിക്കൂട്ടി. സംഗീതത്തിന് വലിയ പ്രാധാന്യമുള്ള ഒരു സിനിമ കൂടിയായിരുന്നല്ലോ സർഗം. ഏറ്റവും നല്ല സംഗീത സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് ഈ ചിത്രത്തിൽ സംഗീത സംവിധാനം നിർവഹിച്ച ബോംബെ രവിക്കാണ് ലഭിച്ചത്. ഹിന്ദിയിൽ ധാരാളം ഹിറ്റുകൾ കൊടുത്തിട്ടുള്ള സംഗീത സംവിധായകനാണ് ബോംബെ രവി. അദ്ദേഹത്തെ കുറിച്ച് ഹരിഹരൻ പറയുന്ന ഒരു ഓർമ്മക്കുറിപ്പുണ്ട്. 1960 കാലഘട്ടത്തിൽ മുഹമ്മദ് റാഫി പാടിയ ചൗദുവിൻ ചാന്ത് ഹോ എന്ന അതിപ്രശസ്ത ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ബോംബെ രവിയായിരുന്നു. ആ പാട്ടിന്റെ അന്നത്തെ കാലത്തുള്ള റെക്കോർഡ് 2 രൂപ വില കൊടുത്ത് തിരുവനന്തപുരത്ത് നിന്ന് വാങ്ങി ആ പാട്ട് നിരവധി പ്രാവശ്യം ആവർത്തിച്ച് കേട്ടിട്ടുണ്ട് ഹരിഹരൻ. കാലങ്ങൾ കുറെ പിന്നിട്ടപ്പോൾ ഒരു നിയോഗം പോലെ ബോംബെ രവിക്ക് പരിണയം എന്ന ചിത്രത്തിലൂടെ നാഷണൽ അവാർഡ് നേടിക്കൊടുത്തതും ഹരിഹരൻ സാറായിരുന്നു. ബോംബെ രവിയെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയതുപോലെ തന്നെ ആന്ധ്രയിൽ നിന്നും ഒരു തെലുങ്ക് പെൺകുട്ടിയെ സിനിമാ ലോകത്തിന് സംഭാവന നൽകിയതും ഹരിഹരൻ തന്നെയായിരുന്നു. അമൃത എന്ന പേരിൽ സർഗത്തിൽ അഭിനയിച്ച ആ പെൺകുട്ടി തെലുങ്ക് സിനിമകളിൽ അഭിനയിച്ചപ്പോൾ രംഭയായി മാറി. അങ്ങനെ മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യ മുഴുവൻ അവളുടെ വരവറിയിച്ച് പ്രശസ്തി നേടി. 90കളിലെ യുവാക്കളുടെ ഹരമായി മാറി. ഒരു ധാവണി ധരിച്ച് ചന്ദനക്കുറിയും തുളസിക്കതിരുമൊക്കെ ചൂടി ശാലീന സുന്ദരിയായി തനി നാട്ടുംപുറത്തുകാരിയായി നമ്മൾ കണ്ട രംഭ പിന്നീട് ഗ്ലാമർ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അതോടുകൂടി കൈനിറയെ ചിത്രങ്ങളും പണവും പ്രശസ്തിയുമൊക്കെ അവരെ തേടിയെത്തി. ഉള്ളത്തെ അള്ളിത്ത എന്ന തമിഴ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരുന്നത് നടി ഖുഷ്ബുവിന്റെ ഭർത്താവായ സി സുന്ദറായിരുന്നു. ആ ചിത്രത്തിലെ അഴകിയ ലൈല അവൾ ഇവളത് സ്റ്റൈല എന്ന് തുടങ്ങുന്ന ഒരു ഗാനരംഗമുണ്ട്. അതിൽ ബിക്കിനിയിട്ട് പ്രത്യക്ഷപ്പെട്ട രംഭ യുവാക്കളുടെ ഹൃദയം കവർന്നു. യൂട്യൂബിൽ കോടിക്കണക്കിന് പ്രേക്ഷകരാണ്
ആ ഗാനരംഗം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉള്ളത്തെ അള്ളിത്ത എന്ന ചിത്രത്തിന്റെ വിജയത്തിന്റെ പ്രധാന കാരണം രംഭ തന്നെയാണ്. ആ ചിത്രം കണ്ട രജനീകാന്ത് രംഭയെ ഫോണിൽ വിളിക്കുന്നു. അപ്രതീക്ഷിതമായി വന്ന ആ വിളിയിൽ താൻ ഷോക്കായി പോയി എന്നും ഒന്നും ഇങ്ങോട്ട് പറയുന്നതിന് മുൻപ് തന്നെ താങ്ക് യു സാർ എന്ന് വെപ്രാളത്തിൽ പറഞ്ഞു പോയി എന്നും എനിക്ക് സാറിന്റെ കൂടെ അഭിനയിക്കണമെന്നുമൊക്കെ പെട്ടെന്ന് പറഞ്ഞു പോയി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ രജനീകാന്ത് പറഞ്ഞു, തീർച്ചയായും എന്റെ അടുത്ത പടത്തിൽ രംഭ ഉണ്ടാകുമെന്ന്. രജനീകാന്തിന്റെ അരുണാചലം എന്ന ചിത്രത്തിൽ സുസ്മിത സെന്നിന് വെച്ചിരുന്ന റോളാണ് രംഭയ്ക്ക് നൽകി രജനി വാക്ക് പാലിച്ചത്. അരുണാചലത്തിന്റെ ഷൂട്ടിംഗ് ഹൈദരാബാദ് നടക്കുമ്പോൾ അതേ സമയം തന്നെ സൽമാൻ ഖാനോടൊപ്പം ബന്ധൻ എന്ന ഹിന്ദി ചിത്രത്തിലും അവർ അഭിനയിക്കുന്നുണ്ടായിരുന്നു. രണ്ടിന്റെയും ലൊക്കേഷൻ ഹൈദരാബാദിലെ രാമോജി റാവു ഫിലിം സിറ്റിയിലായിരുന്നു. ഒരിക്കൽ അരുണാചലത്തിന്റെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് സൽമാൻ ഖാനും ജാക്കി ഷറാഫും കൂടി കടന്നു വരുന്നു. രംഭ അവരെ കണ്ട ഉടനെ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് ഓടിച്ചെന്ന് അവരെ ആലിംഗനം ചെയ്താണ് സ്വീകരിച്ചത്. ഇതൊക്കെ രജനീകാന്ത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വന്നവർ പോയി കഴിഞ്ഞപ്പോൾ തന്റെ തലയിൽ കെട്ടിയിരുന്ന കർച്ചീഫ് ദേഷ്യത്തോടെ വലിച്ചെറിഞ്ഞുകൊണ്ട് രജനീകാന്ത് പറയുന്നു, താൻ ഇനി രംഭയോടൊപ്പം അഭിനയിക്കില്ല എന്ന്. ആ വാർത്ത അപ്പോൾ തന്നെ സെറ്റ് മുഴുവൻ പരന്നു രംഭയുടെ ചെവിയിലുമെത്തി. രംഭ കാര്യമറിയാതെ വാവിട്ട് കരയാനും തുടങ്ങി. രജനീകാന്ത് എത്തി കരയുന്ന രംഭയോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. രംഭ നോർത്ത് ഇന്ത്യൻ നടന്മാർ വരുമ്പോൾ ഓടിച്ചെന്ന് ആലിംഗനം ചെയ്യുന്നു. എന്നാൽ സൗത്ത് ഇന്ത്യൻ നടന്മാരോട് അത് ചെയ്യുന്നില്ല. വിവേചനമാണ് കാണിക്കുന്നത്. അവർക്ക് വെറും ഒരു ഗുഡ് മോർണിംഗ് മാത്രമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നാളെ മുതൽ രംഭ ഷൂട്ടിങ്ങിന് വരുമ്പോൾ അവിടെയുള്ള ലൈറ്റ് ബോയ് ഉൾപ്പെടെ എല്ലാവരെയും നിരത്തി നിർത്തി ആലിംഗനം ചെയ്യണം. സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ വേർതിരിവ് പാടില്ല. അത് കേട്ട് രംഭ വിഷമിച്ചു, വീണ്ടും കരച്ചിൽ തുടങ്ങി. എന്നാൽ രജനീകാന്തിന്റെ ഒരു പ്രാങ്ക് ആയിരുന്നു ഇതെന്ന് രംഭ പിന്നീടാണ് തിരിച്ചറിഞ്ഞത്. ഈ കഥ രംഭ തന്നെയാണ് വെളിപ്പെടുത്തിയത്. അത് വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തു. രംഭയുടെ പിതാവ് ഒരു കശുവണ്ടി കച്ചവടക്കാരനായിരുന്നു. തികച്ചും യാഥാസ്ഥിതിക കുടുംബ പശ്ചാത്തലം. സിനിമ അവൾക്കെല്ലാം സമ്മാനിച്ചു. എന്നാൽ പിന്നീട് സിനിമയ്ക്ക് വേണ്ടി തന്നെ തന്റെ കിടപ്പാടം പോലും വിറ്റൊഴിഞ്ഞ് ജീവിക്കാൻ പാടുപെടുന്ന അവസ്ഥയുണ്ടായി. ത്രീ റോസസ് എന്ന ഒരു തമിഴ് സിനിമ രംഭ തന്റെ സഹോദരന്റെ പേരിൽ ബിഗ് ബഡ്ജറ്റിൽ നിർമ്മിച്ചു. രംഭ, ജ്യോതിക, ലൈല എന്നിവർ അഭിനയിച്ച ആ ചിത്രത്തിന്മേൽ രംഭ ഏറെ പ്രതീക്ഷകൾ വെച്ച് പുലർത്തിയിരുന്നു. എല്ലാ സിനിമാ പ്രവർത്തകരോടും അതിന്റെ വിജയ സാധ്യതയെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചിരുന്നു. എന്നാൽ 2003 റിലീസ് ചെയ്ത ആ ചിത്രം തന്റെ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ട് ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു. ആ സിനിമ വരുത്തിവെച്ച കടത്തിലും ബാധ്യതയിലും ഒരു വേള പകച്ചുപോയെങ്കിലും എന്നാൽ അതിലൊന്നും പതറാതെ തന്റെ ഇച്ഛാശക്തിയും കഠിനാധ്വാനവും കൊണ്ട് എല്ലാം ഓരോന്നോരോന്നായി തിരിച്ചു പിടിക്കുകയാണ് ഉണ്ടായത്. 2010 ശ്രീലങ്കൻ വംശജനും കനേഡിയൻ ബിസിനസ്സുകാരനുമായ ഇന്ദ്രകുമാർ പത്മനാഥൻ എന്ന ആളുമായി രംഭയുടെ വിവാഹം ആർഭാടമായി നടക്കുകയുണ്ടായി. ഭർത്താവും കുട്ടികളും കുടുംബവുമായി സന്തോഷ ജീവിതം സ്വപ്നം കണ്ട രംഭ അഭിനയ ജീവിതത്തോട് തൽക്കാലം വിട പറഞ്ഞ് കാനഡയിൽ സ്ഥിരതാമസമാക്കി. അവരുടെ സുന്ദരമായ ആ ജീവിതത്തിനിടയിൽ 2011 2015 2 പെൺകുട്ടികൾ ജനിക്കുന്നു. എന്നാൽ 2016 രംഭയുടെ ഭർത്താവിനെ കുറിച്ചുള്ള കഥകളുമായി ഗോസിപ്പ് ഗോളങ്ങൾ നിറഞ്ഞു. ഇന്ദ്രകുമാർ മറ്റൊരു സ്ത്രീയെ നേരത്തെ വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും അത് രംഭയിൽ നിന്നും മറച്ചു വെച്ചുകൊണ്ടാണ് രംഭയെ വിവാഹം കഴിച്ചത് എന്നായിരുന്നു വാർത്ത. അവർ തമ്മിൽ സ്വരച്ചേർച്ചയില്ലാതെ കുറച്ചുനാൾ അകന്ന് ജീവിക്കുകയും പിന്നീട് വിവാഹമോചനത്തിനായി കോടതിയെ സമീപിച്ചതായും പറയപ്പെടുന്നു. എന്നാൽ കോടതി ഇവരെ കൗൺസിലിംഗിന് വിധേയരാക്കി. ആ കൗൺസിലിംഗിൽ മനമാറ്റം സംഭവിച്ച ഇവർ തങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് ഡിവോഴ്സ് പെറ്റീഷൻ പിൻവലിക്കാൻ തയ്യാറാവുകയും വീണ്ടും ഒന്നിച്ച് ജീവിക്കുവാൻ തയ്യാറാണെന്ന് കോടതി അറിയിക്കുകയും ചെയ്തു. അങ്ങനെ അവർ ഒന്നായി മാതൃകാപരമായ ജീവിതം നയിച്ചു വരവേ 2018 വീണ്ടും അവർ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നു. അങ്ങനെ 3 കുട്ടികളും അച്ഛനും അമ്മയും ഒക്കെ ചേർന്നുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ അവർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുമുണ്ട്. താൻ സ്വപ്നം കണ്ടതിന്റെ 10 മടങ്ങ് സന്തോഷമുള്ള ജീവിതമാണ് താൻ ഇപ്പോൾ നയിക്കുന്നതെന്നും സിനിമയിലേക്ക് വീണ്ടും ഒരു ശക്തമായ തിരിച്ചുവരവിന് താൻ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും തയ്യാറെടുത്ത് കഴിഞ്ഞുവെന്നും അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രംഭയുടെ ആഗ്രഹം പോലെ തന്നെ ഇനിയുള്ള കാര്യങ്ങളും സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നാട്ടുകാർ എന്ത് വിചാരിക്കും എന്ന ചോദ്യത്താൽ അവസാനിച്ചു പോയ എത്രയെത്ര സ്വപ്നങ്ങളുണ്ട്, എത്രയെത്ര ജീവിതങ്ങളുണ്ട്. ഓർക്കുക, നമ്മുടെ ജീവിതം നമ്മുടേത് മാത്രമാണ്. നമ്മുടെ സന്തോഷം നമ്മുടെ തീരുമാനങ്ങളിലാണ്. മറ്റുള്ളവരുടെ വാക്കുകളാൽ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സ്വപ്നങ്ങളെ തകർക്കുവാനായി ആരെയും അനുവദിക്കരുത്. നിർത്തുന്നു. നന്ദി, നമസ്കാരം.